മത്സര കാഠിന്യമേറിയതോടുകൂടി കലോത്സവ വേദിയിൽ തളർന്നു വീണ വിദ്യാർത്ഥികൾ. വേദി 3 നീലക്കുറിഞ്ഞിയിൽ മംഗലം കളി മത്സരത്തിനിടെയാണ് സംഭവം നടന്നത്. കോഴിക്കോട് നാദാപുരം ഇരിങ്ങണ്ണൂർ HSS വിദ്യാർത്ഥികളാണ് തളർന്നു വീണത്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, എങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി? എങ്ങനെയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? മറ്റു വിവരങ്ങൾ? രാഖി, ഇന്ന് മത്സരം നടന്ന വേദിയിലാണ് ഇത്തരത്തിലെ കുട്ടികൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് നാദാപുരം ഇരിങ്ങണ്ണൂർ HSS വിദ്യാർത്ഥികളാണ് തളർന്നു വീണിട്ടുള്ളത്. കാരണം വേദി 3-ലായിരുന്നു സംഭവം. വേദി 3-ആയിട്ടുള്ള നീലക്കുറിഞ്ഞിയിൽ മംഗലകളി മത്സരത്തിനിടയിലാണ് ഇത്തരത്തിൽ കുട്ടികൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണ നിലയിൽ തൃശ്ശൂരിൽ ഗംഭീര ചൂടാണുള്ളത്. ആ ചൂടിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയും ഇത്തരത്തിൽ കുട്ടികൾ ചില വേദികളിൽ കുഴഞ്ഞു വീഴുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. സാധാരണ നിലയിൽ മത്സരമാണ്, അതിന്റെ വാശിയുണ്ട്. ഒപ്പം തന്നെ ഈ ഭക്ഷണമടക്കം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനെതിരെ നടപടി വേണം, അല്ലെ സ്കൂൾ അധികൃതർ അതിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിൽ നിന്നൊക്കെ പ്രത്യേക നിർദ്ദേശമുണ്ടെങ്കിലും പലപ്പോഴും അതൊന്നും പാലിക്കപ്പെടാതെ പോകുന്നതാണ് ഇത്തരത്തിലെ കുട്ടികൾ തളർന്നു വീഴുന്നതിലേക്കൊക്കെ നയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കുട്ടികളുടെ ആരോഗ്യ നില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. രാഖി.